ഞാൻ വരുന്നേ. ഇപ്പൊ ഞാൻ വരുന്നേ, പണിക്ക് പോക്കാന്നേ. പണിക്ക് പോന്ന്. പോയിട്ട് വരാം. പണം നോക്കണേ. ഞാൻ പോയിട്ട് വരാം കേട്ടാ. ഷാനുവാ, ദേശം കട്ടൻ ചായ നമ്മളെ. ഇന്നാ കട്ടൻ ചായ. കുറച്ച് വെള്ളം എടുക്കോ ബായ്ക്കൊളുത്തുപ്പാൻ. ഇതന്നെ പണി, വെള്ളം ചായ വെള്ളം ചായ. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇതന്നെ എൻ്റെ പണി. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കല്. എനിക്ക് എന്തെങ്കിലും പെരക്കത്ത് പണിയുണ്ട്. വേണേ പോയിട്ട് എടുത്ത് കുടിക്കേ, എന്നെ കൊണ്ടൊന്നും കയ്യിലെടുത്ത് തരാന്. ഒരിക്കൽ എണീച്ച് അങ്ങോട്ട് അങ്ങനെ മാറിയിരുന്നേ ഒരേ ഇത്താടെ തന്നെ ഇരിക്കല്ല. മനുഷ്യന്മാർക്ക് ഇപ്പോൾ ഓരോന്നും വൃത്തിയാക്കണ്ടേ? വൃത്തിയേടാക്കുമല്ലോ നല്ലോണോ, അത് വൃത്തിയാക്കാനും വിടൂല. ഇനി ആരുടെയും തുപ്പിക്കുട്ടിയൊക്കെയല്ല പോയിട്ട്. എന്തൊരു കഷ്ടപ്പാടാ എൻ്റെ കഷ്ടപ്പാട്. മാപ്പിള്ളി നോക്കണോ, മാപ്പിളുടെ ഉപ്പാനി നോക്കണോ, ഇതൊന്നും എടി കെട്ടിയെടുത്ത് പോകുന്നൊന്നുമില്ലല്ലോ നമ്മളെ ഒലിപ്പിക്കാനായിട്ട്. ചായ വെള്ളം തുപ്പല് വൃത്തിയാക്കല്. ഈ നാളെ ഒന്ന് ആസ്പത്രി പോണേ, ഈ തുണിയും കുപ്പായം ഒന്ന് തിരുമ്പോ. വേണമെങ്കിൽ പോയി തിരുമ്മിക്കോ, അന്നെ നിങ്ങളെ തുണിയും കുപ്പായം തിരുമ്പാൻ കൊണ്ടാക്കിയതല്ല. ഇനി ഓറ് വന്നിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ വിളമ്പി കൊടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ നടന്നു കളിക്കുന്ന ആടെ ഇരിക്കറാ. ചായ കുടിച്ചിനാ അടിയില്ലേ? ഇതിനെ നടന്നു കളിക്കുന്നത് കയ്യാണ്ട്. ചോറൊന്നിനാ ഒന്നിനാ ഷാനിബാ മോനെ. ആ വാടാ, ഇപ്പൊ ശ്വാസം മുട്ടൊരു ദേശം കൂടുന്നുണ്ട്. ആസ്പത്രി കാണിക്കണോ നമുക്ക് നാളെ? നാളെ നീ ഉപ്പാനി കൂടി ആസ്പത്രി പോവോ? ഞാൻ പോലെ എനിക്ക് നാളെ മംഗലുണ്ട്. എന്ത് മംഗലം? എൻ്റെ ചങ്ങായിൻ്റെ അനിയത്തിൻ്റെ മംഗലുണ്ട്. ഞാൻ വരും പാട്ടാ. ഓള് മംഗലത്തിന് പോയിക്കോട്ടെ. നമുക്ക് പോവാം, നമുക്ക് പോവാം. ഞാൻ പോയിക്കോട്ടെ. ഇപ്പൊ ചോറ് എടുത്തിട്ടില്ല പാക്ക്. ആ ചോറിലും വെച്ചിന്. നാളെ നമുക്ക് പോവാട്ടാ. ഇപ്പൊ പാ കിടന്നോ. ഉപ്പാക്ക് തീരെ കഴിയുന്നില്ല, അപ്പൊ ശ്വാസം മുട്ടലുണ്ട്. ഉപ്പാനെ കടത്തലെല്ലാം കഴിഞ്ഞാ? ആ കിടത്തു. എന്താ എനിക്കപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉപ്പാനെ താങ്ങിക്കാനൊന്നും കഴിയില്ലേ? എന്താ പ്രശ്നം? എന്നെ കൊണ്ട് കഴിയില്ല ഇത്ര തന്നെ. ഒരു വയസ്സുള്ള മനുഷ്യനല്ലേ, ഒന്നുമില്ല എന്റെ ഉപ്പയല്ലേ, നീ എന്തെങ്കിലും പറയുന്നത്? നിങ്ങൾ ഉപ്പല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. തിന്നാനാക്കണം, പാത്രം കഴുകണം, തുണി തിരുമ്പണം, അതിൻ്റെ കുറേ നോക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഓറിങ്ങടെങ്കിലും ആക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടാക്ക്. ഏടെ കൊണ്ടാക്കാൻ നീ പറയുന്നത്? എനിക്ക് എവിടെയും കൊണ്ടാക്ക്, അല്ലെങ്കിൽ ഞാനും പുറക്കേക്കോ. നിനക്ക് അങ്ങനെയൊക്കെ നീ പോട്, അനക്കങ്ങനെ പോയിപ്പാൻ ചാട കഴിയപ്പോ. നീ അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യണ്ട, കിടക്ക്. ഷാനി അങ്ങോട്ട് കിടക്ക്. നീ എന്തെങ്കിലും ദേഷ്യം പിടിക്കുന്നത്? നിങ്ങളോട് വന്നിട്ടാ അങ്ങോട്ട് കിടക്കാന്? എന്താ ഷാനി, ഒരു ഉപ്പാനല്ല നോക്കാനുള്ള എനിക്ക്. ഉപ്പാനെ നോക്കാൻ ഇത്രയും വലിയ ഇതായി കാണുന്നത്. ഒന്ന് വായി വിട്ടോ, എനിക്ക് കുറച്ച് ഉറങ്ങണം. ഞാനിപ്പോ ഉപ്പാനെ കൊണ്ടുപോയി ചാടാവുണ്ട്. ചാടണോ ചാടണ്ടേന്ന് നിങ്ങൾ തീരുമാനിക്ക്. നീ ഉറങ്ങ്.
ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ആസ്പത്രി പോവാം കേട്ടാ. വേഗം വരാം, ഒന്നിട്ട് ആസ്പത്രി പോവാം. അതോ ആടെല്ലാം മറിച്ച് കോണാക്കി. എന്താ ഇത്? അടിക്കല്ല. എന്നാണ് സിയാദ്ക്ക, എന്നാണ് നിങ്ങൾ ആരെ തല്ലുന്നുണ്ട് ഇപ്പൊ? ആ അതൊന്നുമില്ല മോനെ, ഓനോട് ഇത് പറയണ്ടേ. അവര് നല്ല രീതിയിൽ ജീവിച്ചു. അവര് ഇതെല്ലാം പറഞ്ഞിട്ട് ഇവിടെ അധികം കുഴപ്പമായിട്ട് ജീവിക്കണ്ടല്ലോ. ഇല്ല സിയാദ്ക്ക, ഞാനായിട്ടൊന്നും പറയുന്നില്ലപ്പാ. ഞാനൊന്നും ഓനെ അറിയിക്കലില്ല മോനെ. ആ ഓൻ നീയായിട്ട് പറയാൻ നിക്കണ്ട. ഇല്ല ഞാൻ പറയൂല കേട്ടാ. ഞാൻ വരുന്നേ. എന്താണ് അയാളോട് ഇങ്ങനെ പറയുന്നേ? പറമ്പിലൊക്കെ അയാളോട് പറഞ്ഞു കൊടുക്കാം. എല്ലാം വിളമ്പി കൊടുക്ക്. വിളമ്പരന്നല്ല പണി. നീ പലതും എന്നോട് പറഞ്ഞിട്ടോ നീ ഇത്രത്തോളം ചെയ്യുന്ന വെച്ചിട്ടില്ല. നിനക്കും ഇല്ലാണ്ട് ഉപ്പി ഉമ്മയല്ലോ. എന്റെ കണ്ണോണ്ടാ ഞാൻ കണ്ടത്. തള്ളിയിടാൻ മാത്രം നിന്നെ എന്താണ് ചെയ്തത്? ഒരു മനുഷ്യനാണ്. മോനെ, മോനിക്ക് വിഷമാവില്ലെങ്കിൽ ഉപ്പ ഒരു കാര്യം പറയാം. ഉപ്പാനെ ഈ വയസ്സന്മാരെല്ലാം കൊണ്ടാക്കുന്ന സ്ഥലത്തൊന്നാക്കി തന്നു മോനെ. എന്നെ കൊണ്ട് നീയും നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തണ്ട. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോ. ഉപ്പാൻ്റെ എല്ലാം ജീവിതം കഴിഞ്ഞല്ലേ. ഉപ്പാൻ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട ഉപ്പ. ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ഞാൻ ജീവിക്കുന്നില്ല. നിന്റെ ഓളും നീയും സന്തോഷമായി ജീവിക്കുന്നത് ഈ ഉപ്പ എന്നാലും വേണ്ട മോനെ. ഉപ്പ എന്നെ കരയിക്കല്ല പ്ലീസ്. താങ്ങാൻ പറ്റുന്നില്ല ഉപ്പ. ഞാൻ എൻ്റെ മോനെ ഒന്നും അറിയിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉപ്പാന ആ സ്ഥലത്ത് നിർത്തിച്ചെന്ന മോനെ. നീ വിചാരിച്ചോ തന്നെ കാര്യമെത്തി. നീ പറയുന്നതിന് മുന്നേ എൻ്റെ ഉപ്പ പറഞ്ഞു എന്നെ എവിടെയും കൊണ്ടായി തന്നു. എൻ്റെ ഉപ്പ് ഇടുള്ളതുകൊണ്ട് നിന്റെ സന്തോഷം നഷ്ടപ്പെടുന്നു. പക്ഷെ ഒരു കാലം നീ ഇത് അനുഭവിക്കും. നീ ഓർത്തു വെച്ചു. പിന്നെ നിന്റെ ഇവിടുത്തെ പീഡനം എന്തായാലും എൻ്റെ ഉപ്പ കാണുന്നുണ്ടാവില്ല. അവർ പൊന്നുപോലെ നോക്കും. നിനക്കല്ലേ ഒരു ബാധ്യത. ഇപ്പോൾ വാ പോകാലോ നമുക്ക്. വേണ്ട മോനെ, ഓക്കും അടങ്ങാറാകണ്ട ഉപ്പ. ഉപ്പാനെ നോക്കാൻ പറ്റാത്തവണ് പുറക്ക് നിൽക്കണ്ട. വേണ്ട. എൻ്റെ ഉപ്പ് ഇടുള്ളതുകൊണ്ട് നിന്റെ സന്തോഷം നഷ്ടപ്പെടുന്നു. പക്ഷെ ഒരു കാലം
നീ ഇത് അനുഭവിക്കും. എവിടെയാ നീ പറഞ്ഞിട്ടിട്ട് പോന്ന്? നിങ്ങളെ നോക്കിട്ടോ. എന്തിന്? അന്റെ ഉപ്പാനെ നോക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. വേണ്ട മോനെ, ഇപ്പൊ കേറ്. എണീക്ക് മോളെ. മാപ്പ്, എനിക്ക് മാപ്പ് പറഞ്ഞു. ഞാൻ ഒരിക്കലും എൻ്റെ ഉപ്പാനെ വേദനിപ്പിക്കൂല. എനിക്ക് എൻ്റെ ഉപ്പാനെ വേണം. എൻ്റെ ഉപ്പാനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളും. എനിക്ക് വേണം എൻ്റെ ഉപ്പ. തെറ്റ്.